ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ലോങ് ബ്ലൗസിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എങ്ങനെയാണെന്ന് നോക്കാം. ലോങ് ബ്ലൗസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പട്ടുപാവാടയ്ക്കൊക്കെ ഇടില്ലേ, ആ ബ്ലൗസ് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു 6 വയസ്സുള്ളൊരു കുട്ടിക്ക് ഉള്ള അളവ് നോക്കാം. അപ്പോൾ ലെങ്ത്ത് ഞാനൊരു 16 ഇഞ്ച് എടുത്തിട്ടുണ്ട്. 16 പ്ലസ് സീം അലവൻസ് 1.5. ഇനി ഷോൾഡർ നമുക്കൊരു 10.5 ഇഞ്ച് എടുക്കാം. 10.5 ഇഞ്ചിൻ്റെ പകുതി 5.25 പ്ലസ് 1/4, അപ്പോൾ 5.5 ഷോൾഡർ. പിന്നെ എന്ത് ചെയ്യാം, നമുക്ക് നെക്കിൻ്റെ വിത്ത് 2 കൊടുക്കാം. നെക്കിൻ്റെ വിത്ത് 2 കൊടുക്കാം. ബാക്ക് നെക്ക് ഒരു 3.5 കൊടുക്കാം. ഫ്രണ്ട് ഭാഗം 4.5 കൊടുക്കാം. 4 ആയാലും മതി, 4 മതി. നമുക്കത് മാർക്ക് ചെയ്തിടാം. ഫ്രണ്ടും ബാക്കും മാർക്ക് ചെയ്യാം. ഫോൾഡ് ചെയ്ത ഭാഗത്താണ് കേട്ടോ നമ്മളിത് മാർക്ക് ചെയ്യേണ്ടത്. 4 ആക്കി ഫോൾഡ് ചെയ്ത ഭാഗത്ത്. ഇനി നമുക്ക് ആം ഹോൾ എടുക്കാം. ആം ഹോൾ ഒരു 5.5 കൊടുക്കാം. ഷോൾഡറിൻ്റെ അതേ അളവ് തന്നെയായിരിക്കും മിക്കവാറും. ചില കേസുകളിൽ വ്യത്യാസം വരും. എന്നാൽ ഇപ്പോൾ നമുക്ക് 5.5 തന്നെ കൊടുക്കാം. മാർക്ക് ചെയ്തിടാം. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. കോർണറിൽ നിന്ന് 1 ഇഞ്ച് പോയിൻ്റ് ചെയ്തിട്ട് ആ 1 ഇഞ്ചിൽ ഇങ്ങനെ ഷേപ്പ് ചെയ്ത്, നെക്കാണെങ്കിലോ കോർണറിൽ നിന്ന് 1/2 ഇഞ്ച് എടുത്തിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ആം ഹോളിൻ്റെ അവിടെ ഫ്രണ്ട് ഭാഗത്ത് ഇങ്ങനെ കുഴിച്ചിട്ട് ഒരു 1/2 ഇഞ്ച് എടുത്തിട്ട് ഇതേ ഷേപ്പിലൊന്ന് ആം ഹോളിൻ്റെ അവിടെ ഒന്ന് കുഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ ആം ഹോളിൻ്റെ ലൈനില്ലേ, അതിൽ നമുക്ക് ചെസ്റ്റിൻ്റെ വിത്തെടുക്കാം. ഒരു 7 ഇഞ്ച് എടുക്കാം. ചെസ്റ്റ് പ്ലസ് 1 സീം അലവൻസ്, 7 പ്ലസ് 1. ബോട്ടം ഭാഗത്തും 7 തന്നെ കൊടുക്കാം. കാര്യം നമ്മൾ ഡാർട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്തായാലും ഷേപ്പ് വരും. അപ്പോൾ ഷേപ്പ് അങ്ങനെ കിട്ടിക്കോളും. അപ്പോൾ 7 പ്ലസ് 1 സീം അലവൻസ്. ഇതിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യുമ്പോൾ ഒന്ന് ചെരിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ചെയ്യണമെന്നില്ല, കാര്യം നമുക്ക് ഡാർട്ട്സ് വരുമ്പോൾ എന്തായാലും. ഇനി ഡാർട്ട്സിൻ്റെ അളവെടുക്കാം. സെൻറ്ററിൽ നിന്ന് ഒരു 3.25 ഇഞ്ച് എടുത്തിട്ട് ഷോൾഡറിൻ്റെ മേലെ നിന്ന് ഒരു 7 ഇഞ്ച് എടുക്കാം. ഇനി ഈ ഡാർട്ടിൻ്റെ നീളം ഒരു 5 കൊടുക്കാം. അത് മാർക്ക് ചെയ്തിടാം. മാർക്ക് ചെയ്യാം. ഇനി ഇതെല്ലാം വരച്ചിടാം നമുക്ക്. ചെസ്റ്റിൻ്റെ അവിടെയും ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ബാക്ക് ഭാഗം കട്ട് ചെയ്ത് ഈ കട്ട് ചെയ്യുന്നത് ഈ സൈഡിൽ കൂടെ അങ്ങോട്ട് കട്ട് ചെയ്ത് പോകണം കേട്ടോ. ഞാനത് വിട്ടുപോയതാണ്. ഇനി ഷോൾഡർ സെപ്പറേറ്റ് ആക്കാം.
ഇനി നമ്മളെ ബാക്ക് ഭാഗം ഉള്ളിൽ നിന്ന് മാറ്റിയിട്ടിട്ട് ഇനി ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്യാം. ആം ഹോളിൻ്റെ ഭാഗം കുഴിച്ച് അതും കട്ട് ചെയ്യാം. ഇനി ഇങ്ങനെ ഒപ്പം വെച്ചിട്ട് നമ്മൾ ചോക്ക് എടുത്തിട്ട് നമ്മൾ ആ ഡാർട്ടിൻ്റെ ഭാഗം നമ്മൾ മാർക്ക് ചെയ്തില്ലേ അത് ഉണ്ടോ, ഇതിങ്ങനെ അടിയിൽ ഇങ്ങനെ വരച്ചാൽ ഇനി 4 ഭാഗത്തും അതിങ്ങനെ വരച്ചിടാം. ഇനി അത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവിന് ഒരു 4 ഇഞ്ച് നീളം, സീം അലവൻസ് ഒരു 1.5 ഇഞ്ച് കൂട്ടി 5.5 ഇഞ്ച് എടുക്കാം. അത് മാർക്ക് ചെയ്തിടാം 5.5 ഇഞ്ച്. ഇനി അത് ലൈൻ വരച്ചിടാം. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ആ ലൈനിൽ നിന്ന് താഴേക്കൊരു 3 ഇഞ്ച് കൊടുക്കാം. എന്നിട്ട് അവിടെയും വരച്ചിടാം. പിന്നെ നമ്മൾ ഈ ബോട്ടം ഭാഗത്തായിട്ട് കൈയുടെ വണ്ണം, സ്ലീവിൻ്റെ വണ്ണം അടയാളപ്പെടുത്താം. ഒരു 4 ഇഞ്ച് പ്ലസ് ഒരു 1 ഇഞ്ച് സീം അലവൻസ്. ഇനി നമ്മൾ മേലെ വരച്ച ആ ലൈനിൽ നിന്ന് ഇങ്ങനെ ചെരിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ നമുക്ക് ആം ഹോളിൻ്റെ അളവ് 5.5 പ്ലസ് സീം അലവൻസ് 1 ഇങ്ങനെ തന്നെ എടുക്കാം. അത് ഇങ്ങനെ ചെരിച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ഒന്ന് ഷേപ്പ് കൊടുക്കാം. കണ്ടോ, നമുക്ക് മനസ്സിലാവണ്ടോ? അത് ഇങ്ങനെ ഒന്ന് കർവ് ചെയ്തിട്ട് വരച്ചിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്യും. എന്നിട്ട് ആ ഷേപ്പ് ചെയ്ത് ലൈനിൽ കൂടെ നമ്മൾ രണ്ട് ഭാഗം 2 പീസ് ഉയർത്തി മാറ്റിയിട്ട് ആ ലൈനില്ലേ അതിലൂടെ ഇങ്ങനെ വരച്ചാൽ ആം ഹോളിൻ്റെ ഫ്രണ്ട് ഭാഗം കുഴിച്ച് വെട്ടുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇനി നമുക്ക് ഇത് മാറ്റിയേക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നെക്ക് വെട്ടിയില്ലേ, ആ നെക്കിന് നമ്മൾ ക്യാൻവാസ് അല്ല വെക്കുന്നത്, ഒരു പ്ലെയിൻ തുണി അത് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് നെക്കും ആ ഒരു പീസ് തുണിയും എടുത്തിട്ട് ഇങ്ങനെ 2 ഭാഗവും 2 പീസും ഫോൾഡ് ചെയ്ത ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യണം, ആ നെക്കിൻ്റെ അതേ ഷേപ്പിൽ നമ്മൾ വരച്ചു കൊടുക്കണം. നെക്കിൻ്റെ അതേ ഷേപ്പിൽ വരയ്ക്കണം. കണ്ടോ, ഇങ്ങനെ വരയ്ക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം, ബ്ലൗസ് പീസ് മാറ്റിയിട്ടിട്ട് ഒരു 1.25 ഇഞ്ച് 1.25 വരച്ചിട്ട് അതേ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്യണം. അതേ ഷേപ്പിൽ എന്നിട്ട് നമ്മൾ ആദ്യത്തെ ലൈൻ ആദ്യം കട്ട് ചെയ്യാം. ആ ഷേപ്പിൽ തന്നെ ഇരിക്കണം കേട്ടോ. പിന്നെ അടുത്ത ഭാഗം കട്ട് ചെയ്യും. ഇതിൻ്റെ നെക്കിൻ്റെ പീസ് നമുക്ക് കിട്ടി. ഇനി ബാക്ക് നെക്കും അതുപോലെ തന്നെ ചെയ്യണം. ബാക്ക് നെക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, ബാക്ക് നമ്മൾ ഓപ്പൺ ചെയ്യണം. ഇതിപ്പോൾ ഫ്രണ്ട് ഭാഗമാണ്. ഇനി ബാക്ക് നമ്മൾ ഓപ്പൺ ചെയ്യണം.
ബാക്ക് ഓപ്പണാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബാക്ക് ഓപ്പൺ ചെയ്യണം. നമുക്ക് ഫസ്റ്റ് ഡാർട്ട് സ്റ്റിച്ച് ചെയ്യാം. ഓക്കെ, ഡാർട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മളത് ഇങ്ങനെ പിടിക്കണം. എന്നിട്ട് നമ്മൾ ഈ വരച്ചതിൻ്റെ ഒരു ഇഞ്ച് വേണ്ട, പോയിൻ്റ് ഒരു കണ്ടോ, ഈ വരച്ചതിൻ്റെ ഒരു 0.5 മേലേക്കായിട്ട് നമ്മളിങ്ങനെ നോക്കണ്ട, മൈന്യൂട്ടായിട്ട് ഇങ്ങനെ നമ്മൾ സീം അലവൻസ് 1/4 ഇഞ്ച് വരയ്ക്കില്ല, അതുപോലെ അതിൻ്റെ മേലെ ഒരു 0.5 തുടങ്ങി ഇട്ടിട്ട് മൈന്യൂട്ടായിട്ട് ഇങ്ങനെ കൊണ്ടുവരണം. കണ്ടോ, മൈന്യൂട്ടായിട്ട് തുടങ്ങിയിട്ട് ഒരു 1/4 ഇഞ്ച് സെൻറ്ററിൽ എടുത്തിട്ട് ഒരിത്തിരി ത്രെഡ് നമ്മൾ വിടാൻ വേണം. ഡാർട്ടിന് അങ്ങനെയാണ് കേട്ടോ, ത്രെഡ് ലോക്ക് ചെയ്ത് വിടില്ല, അല്ലാതെ കുറച്ച് ത്രെഡ് നമ്മളിങ്ങനെ വിടും. എന്നിട്ട് ഇങ്ങനെ സെൻറ്ററിൽ ഒരു 1/4 ഇഞ്ച് പിടിച്ചിട്ട് അങ്ങനെ. ഇപ്പോൾ 4 ഭാഗവും നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തു. 4 ഡാർട്ടും കണ്ടോ, അപ്പോൾ ഇങ്ങനെ നിൽക്കണം നമ്മൾ. ഈ സ്റ്റിച്ച് ചെയ്താൽ ഇങ്ങനെ ഇരിക്കണം. ഇനി എന്ത് ചെയ്യണം, നമ്മൾ ഈ ബാക്ക് ഭാഗം ഹുക്ക് വയ്ക്കാനുള്ള പീസ്, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ലെഫ്റ്റ് ഭാഗത്ത് എന്ത് ചെയ്യണം, ഹുക്ക് ഹോള് പിടിപ്പിക്കണം. ഓക്കെ, അതിന് മുമ്പ് നമുക്ക് നെക്കിൻ്റെ പീസ് കട്ട് ചെയ്ത് വെച്ചില്ലേ, അതിൻ്റെ 1/4 ഇഞ്ച് നമ്മൾ 1/4 ഇഞ്ച് ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഷേപ്പ് ഭാഗമല്ല, നമ്മൾ 1/4 ഇഞ്ച് വിട്ടിട്ടില്ലേ, ആ ഭാഗം 1/4 ഇഞ്ച് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ നെക്കിൻ്റെ അതേ ഷേപ്പിലായിരിക്കുമല്ലോ ഇത്, കണ്ടോ, നെക്കിൻ്റെ അതേ ഷേപ്പിൽ ഇതങ്ങോട്ട് വെച്ച് കൊടുക്കണം. ഇത് സ്റ്റിച്ച് ചെയ്യാത്ത ഭാഗം കേട്ടോ, മനസ്സിലായില്ലേ? നമ്മളതിൻ്റെ അടിഭാഗമാണ് 1/4 ഇഞ്ച് മടക്കി സ്റ്റിച്ച് ചെയ്തത്. ഇനി എന്ത് ചെയ്യണം, ഇത് ഇതേ ഷേപ്പിൽ ഇങ്ങനെ വെച്ചിട്ട് കണ്ടോ, ഇത് തന്നെ ഷേപ്പിൽ വെച്ചിട്ട് 1/4 ഇഞ്ച് സീം അലവൻസ് ഇട്ടിട്ട് നമ്മളിതേ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മറ്റേതൊക്കെ ചെയ്ത പോലെ എന്ത് ചെയ്യണം, ഇതിൻ്റെ ചുറ്റും കുഞ്ഞു കുഞ്ഞു കട്ടുകൾ കണ്ട, കട്ട്സ് ചെറുതായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണത്, കണ്ടോ. ഇനി നമ്മളിങ്ങോട്ട് ഇങ്ങോട്ട് ഫോൾഡ് ചെയ്തിട്ട് ഈ പീസിൻ്റെ ഈ സ്റ്റിച്ച് ചെയ്ത ആ ഒരു പീസിൻ്റെ തൊട്ട് മേലെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ആ കുഴി കാണില്ലേ, അതിൻ്റെ തൊട്ട് മേലെ ആ പീസിൻ്റെയും ആ കുഴിയുടെയും നടുക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. അതായത് നമ്മൾ ഈ നെക്കിൻ്റെ പീസിൽ തന്നെ ആയിരിക്കണം സ്റ്റിച്ച് കൊള്ളാം. അങ്ങനെ മറിച്ചിട്ടിട്ട് ചുറ്റും സ്റ്റിച്ച് ചെയ്യാം. കണ്ടോ, ഇനിയിപ്പോൾ അത് നമ്മൾ എളുപ്പത്തിൽ നമ്മൾ ഫ്രണ്ടിലേക്ക് മടക്കാൻ പറ്റും. കണ്ടോ, ഇനി നമ്മളത് തയ്യലാണ് വേണ്ടത്, അതായത് സൂചി ഹെമ്മിങ്, കൈത്തുന്ന്. ഇപ്പോൾ ഫ്രണ്ട് ഭാഗം ശരിയായി. ഇനി നമ്മളെന്ത് ചെയ്യും, ബാക്ക് പീസ് എടുക്കുക. ബാക്ക് പീസ് എടുത്തിട്ട് എന്ത് ചെയ്യണം, നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഹുക്ക് ഹോളും പിടിപ്പിക്കണം. അതിന് വേണ്ടി എന്ത് ചെയ്യണം, നമ്മൾ ഒരു ഭാഗത്ത് നമ്മളൊരു 1.5 ഇഞ്ചിൻ്റെ ഒരു ഫ്രീ പീസ് എടുക്കുക, നീളം പീസ് ഒരു ഭാഗത്ത്. എന്നിട്ട് അതെന്ത് ചെയ്യണം, അതിൻ്റെ നല്ല ഭാഗത്ത്
അതായത് നല്ല വശത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഓർക്കണം, ചെറിയ പീസ് നല്ല വശത്തും, ഒരു 2 ഇഞ്ചുള്ള പീസും ഒരു 1.5 ഇഞ്ച് പീസുമാണ്. ഒരു 1.5 ഇഞ്ച് പീസ് എന്ത് ചെയ്യണം, ഈ ബ്ലൗസിൻ്റെ നല്ല ഭാഗത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. നേരത്തെ നമ്മൾ നെക്ക് ചെയ്ത പോലെ ഇത് ഇങ്ങനെ പ്രസ് ചെയ്തടിക്കാം. മറിച്ചിട്ടിട്ട് പ്രസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ ബാഡ് സൈഡിലേക്ക്, ഇതിൻ്റെ റോങ് സൈഡിലേക്ക് വെച്ചിട്ട് നമ്മളത് മടക്കി സ്റ്റിച്ച് ചെയ്യാം. ഈ പീസിലാണ് നമ്മൾ ഹുക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. ഓർക്കണം, നല്ല വശത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് പ്രസ് ചെയ്ത് അടിച്ചതിന് ശേഷം റോങ് സൈഡിലേക്ക് മടക്കി അടിക്കുക. ഇത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ചെയ്യേണ്ടത്. ഇത് നല്ല ഭാഗത്ത് വെച്ചിട്ട് ഈ ഭാഗത്തേക്ക് റോങ് സൈഡിലേക്ക് അടിച്ചില്ലെങ്കിൽ ഇത് റോങ് സൈഡിൽ വെക്കണം. റോങ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ പീസ് ഒരു 2 ഇഞ്ച് പീസ് റോങ് സൈഡിൽ ഇങ്ങനെ വെച്ചിട്ട് റോങ് സൈഡിൽ വെച്ചിട്ട് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യണം. ഇത് പ്രസ് ചെയ്ത് അടിക്കണമെന്നില്ല കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യണം, ഇതൊന്ന് 1/2 ഇഞ്ച് ഫോൾഡ് ചെയ്തിട്ട് പുറത്തേക്ക് തള്ളി നിൽക്കണം. പുറത്തേക്ക് തള്ളി നിർത്തി ഇങ്ങനെ അടിക്കണം. ഇതിലാണ് നമ്മൾ ഹുക്കിൻ്റെ ഹോള് വെച്ച് കൊടുക്കുക. ഐ എന്നൊക്കെ പറയില്ലേ, അത് ഐയും വയ്ക്കാം. പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തന്നെ ഹോൾ ഉണ്ടാക്കില്ല, അത് പിന്നീട് കാണിച്ചു തരാം. അങ്ങനെയും ചെയ്യാം. ഇപ്പോൾ ഇത് ഹോൾ വയ്ക്കാനുള്ളത്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇത് പുറത്തേക്ക് തള്ളി നിൽക്കും. നമ്മൾ വലിയ പീസ് വെച്ചത് പുറത്തേക്ക് തള്ളി നിൽക്കും. ഹുക്ക് ഹോൾ വയ്ക്കാൻ ഇത് അതിൻ്റെ കവർ ചെയ്ത് ഇങ്ങനെ നിൽക്കും. കണ്ടോ, ഇതിൽ ഹോള്, ഇതിൽ ഹുക്ക്. അപ്പോൾ ഇതിങ്ങനെ വരും. നമ്മൾ ഹുക്ക് ഇടുമ്പോൾ ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഇനി എന്ത് ചെയ്യും, നമുക്ക് ആ ഇതിൻ്റെ നെക്കും സ്റ്റിച്ച് ചെയ്യാം. മറ്റതുപോലെ തന്നെ രണ്ടിൻ്റെ നെക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 2 ഇതിൻ്റെയും നെക്ക് പിടിപ്പിച്ചു. ഇനി നമുക്കിതിൻ്റെ ഷോൾഡർ ജോയിൻ ചെയ്യാം. ഷോൾഡർ പിടിപ്പിക്കുമ്പോൾ ഇതിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ടച്ച് ചെയ്ത് വയ്ക്കാം. നല്ല വശങ്ങൾ ടച്ച് ചെയ്യാം. എന്നിട്ട് ഷോൾഡറിൻ്റെ പിടിപ്പിക്കുമ്പോൾ ഒരു ഫ്രണ്ടിലെ ഷോൾഡറിൻ്റെ പീസ് അടക്കം ഇതിങ്ങനെ മടക്കി കൊടുക്കാം. ഇങ്ങോട്ട് മടക്കാം. നെക്ക് മടക്കി വെച്ചിട്ട് കണ്ടോ, ഇത് നിർത്തി വയ്ക്കുക. നമ്മൾ ടച്ച് ചെയ്യണ അടിയിലുള്ളത് നിവർത്തി വെച്ചിട്ട് ഈ ഷോൾഡർ, ഈ ബാക്കിലെ പീസ് അതിനെ ടച്ച് ചെയ്ത് നിർത്താം. എന്നിട്ട് അതിൻ്റെ നെക്ക് ഇങ്ങനെ മടക്കി കൊടുക്കാം. ഇങ്ങനെ കൊടുത്തിട്ട് ഈ ഷോൾഡറും സ്റ്റിച്ച് ചെയ്യാം. മറിച്ചിട്ട് 2 വട്ടം സ്റ്റിച്ച് ചെയ്യണേ.
അപ്പോൾ നമ്മൾ നെക്കും ഹുക്ക് ഹോളും എല്ലാം ചെയ്തു. ഈ നെക്കിന് നമ്മൾ സൂചി കൈത്തുന്നാണ് തുന്നേണ്ടത് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നിർത്തി വെച്ചിട്ട് നമ്മൾ എന്താണ് ചെയ്യണം, സ്ലീവ് പിടിപ്പിക്കാം നമുക്ക്. മൂന്നര ഇഞ്ച് എന്നുണ്ട്, അടിയിൽ നിന്ന് 3.5 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്തത് ഒന്ന് സ്റ്റിച്ച് ചെയ്യാനാണ്. അതൊന്ന് കട്ട് ചെയ്ത് അവിടെ വെച്ചേക്കാം. 3.5 ഇഞ്ച്. എന്ത് ചെയ്യണം, നമ്മൾ സ്ലീവ് സൈഡ് നമ്മൾ യോജിപ്പിച്ചിട്ടും ചെയ്യാം, അല്ലെങ്കിൽ വേണമെങ്കിൽ സ്ലീവ് വെച്ചിട്ട് ചെയ്യുന്ന സൈഡ് യോജിപ്പിക്കുന്നതായിരിക്കും നല്ലത്. കാര്യം നമുക്ക് ഷേപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ ചെയ്യാം. സ്ലീവ് നമുക്ക് കട്ട് ചെയ്യാം, സ്ലീവ് പിടിപ്പിക്കാം. സ്ലീവിൻ്റെ മടക്കിയിട്ട് സെൻറ്ററിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ചെറുതായിട്ടൊരു കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അത് ആ കട്ട് ചെയ്ത ഭാഗം ഷോൾഡറിൽ ടച്ച് ചെയ്തിട്ട് കണ്ടോ ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കാണിച്ചു തരാം. ഇങ്ങനൊരു സെൻറ്ററിൽ ഇങ്ങനൊരു കട്ട് കൊടുക്കും. എന്നിട്ട് ആ കട്ട് ചെയ്ത ഭാഗം നമ്മൾ എന്തെങ്കിലും മലർത്തിയിട്ട് ഈ ഷോൾഡറിൻ്റെ ആ സ്റ്റിച്ചില്ലേ അതിൽ ടച്ച് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാം. 1/4 ഇഞ്ച് സീം അലവൻസ്. എന്നിട്ട് എന്ത് ചെയ്യാം, ഇത് ഇങ്ങനെ തന്നെ ഇങ്ങോട്ട് മറിച്ചിടാം. എന്നിട്ട് അങ്ങനെ എന്ത് ചെയ്യണം, നമ്മൾ ഇതുപോലെ തന്നെ മറ്റേ സ്ലീവും ഇതുപോലെ തന്നെ യോജിപ്പിക്കാം. 2 സ്റ്റിച്ച് വേണം കേട്ടോ. കണ്ടോ, മറിച്ചിട്ടിട്ട് ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് സെൻറ്ററിൽ കൊണ്ടുവന്ന് വെക്കാം. അങ്ങനെ മറ്റേ സ്ലീവും അതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. ഈ സ്ലീവും അതുപോലെ തന്നെ ഈ സെൻറ്ററിലൊരു കട്ട് കൊടുക്കുക. അതിങ്ങനെ ഷോൾഡറിൽ ഇങ്ങനെ പിടിപ്പിക്കാം. ഷോൾഡറിൽ ഇങ്ങനെ ടച്ച് ചെയ്യിക്കാം. നല്ല വശത്തായിരിക്കും വയ്ക്കണം. സ്ലീവിൻ്റെ നല്ല വശം, അതായത് മെയിൻ പീസിൻ്റെ ബോഡി പാർട്ടിൻ്റെ നല്ല വശം കൂടി വെച്ചിട്ട് എന്നിട്ട് സൈഡ് നമ്മൾ നേരത്തെ വിട്ട 3.5 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്ത് വെച്ചില്ലേ, അവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്താം. ഇവിടെ വരെ കൊണ്ടുവന്ന് ലോക്ക് ചെയ്ത് നിർത്താം. നമ്മൾ മാർക്ക് ചെയ്ത് 1 ഇഞ്ച് തുടങ്ങി അങ്ങനെ കൊണ്ടുവന്നിട്ട് അവിടെ മാർക്ക് ചെയ്ത് നിർത്താം. നമ്മൾ 2 ഭാഗം അങ്ങനെ 1 ഇഞ്ച് നമ്മുടെ 1 ഇഞ്ച് സീം അലവൻസ് ഇട്ട ഭാഗം ആ 3.5 ഇഞ്ചില്ലേ അവിടെ നമ്മൾ കൊണ്ടുവന്ന് ലോക്ക് ചെയ്ത് നിർത്തി. ഇനി എന്ത് ചെയ്യണം, നമ്മളിതിങ്ങനെ ഒരു 1/2 ഇഞ്ച് മടക്കാം. കണ്ടോ, 1/2 ഇഞ്ച് മടക്കി ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ
അതിൻ്റെ എൻഡെത്തുമ്പോൾ സൂചി കുത്തി നിർത്തി പ്രസ് പൊക്കി തുണി ഇങ്ങോട്ട് തിരിക്കാം. കണ്ടോ, ഇങ്ങോട്ട് തിരിക്കാം. എന്നിട്ട് ഈ പീസിലും അരയിഞ്ച് ഇങ്ങനെ മടക്കിയത് അത് അതുപോലെ തന്നെ സൂചി കുത്തി നിർത്തി തിരിച്ച് അതിൻ്റെ അടിഭാഗത്തേക്ക് കൊണ്ടുവരാം. കണ്ടോ, അത് നമ്മൾ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്തു. അതുപോലെ തന്നെ ചുരിദാറിൻ്റെ സ്ലിറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നൊരു മെത്തേഡ് ഇത് തന്നെയാണ് കേട്ടോ. അതായത് ഇനി ആ ഭാഗത്ത് ഇതുപോലെ തന്നെ ചെയ്യാം. ആ ഭാഗം ഇങ്ങനെ തന്നെ മറിച്ചിട്ടിട്ട് 1 ഇഞ്ച് ഉണ്ടാവും അവിടെ നമ്മൾ സീം അലവൻസ് വിട്ടത്. അത് ഇങ്ങനെ മടക്കി കൊണ്ടുവരും. ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ 2 ഭാഗം കഴിഞ്ഞു കേട്ടോ. ഇനി എന്ത് ചെയ്യണം, നമ്മൾ അടിഭാഗത്ത് നമ്മൾ 1.5 ഇഞ്ച് വിട്ടിട്ടില്ലേ, അതിൽ 1 ഇഞ്ച് ഷോൾഡറിന് പോയി ബാക്കി 1 ഇഞ്ചുണ്ട്. അത് ഇങ്ങനെ അരയിഞ്ച് മടക്കുക, അരയിഞ്ച് ഇങ്ങനെ ചെയ്തിട്ട് മടക്കി അങ്ങനെ ഈ 3 പീസിൽ, അതായത് ബാക്കിലെ 2 പീസും ഫ്രണ്ടിലെ 1 പീസും അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതും അതുപോലെ തന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ അതും ഇവിടെ അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാം. കണ്ടോ, അത്രയേ ഉള്ളൂ നമ്മുടെ ബ്ലൗസിൻ്റെ ഇത്. അപ്പോൾ നമ്മുടെ ബ്ലൗസ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. പട്ടുപാവാടയ്ക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. പിന്നെ സ്ലീവ് പഫ് കൈ വയ്ക്കുകയും ചെയ്യാം. ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം. ഇവിടെ ബാക്കിൽ നിങ്ങൾ ഹുക്ക് വയ്ക്കണം, ഹുക്ക് ഹോൾ വയ്ക്കണം. അത് എങ്ങനെയാണെന്ന് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഓക്കെ.